السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحابته أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വളരെ വലിയ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 55-ാം അധ്യായം സൂറത്തുർ റഹ്മാനിലെ 1 മുതൽ 30 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. 1 മുതൽ 28 വരെയുള്ള ആയത്തുകൾ. 1 മുതൽ 28 വരെയുള്ള ആയത്തുകൾ. ഇൻഷാ അല്ലാഹ് അടുത്ത വചനങ്ങളിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يسأله من في السماوات والأرض كل يوم هو في شأن فبأي آلاء ربكما تكذبان سنفرغ لكم أيها الثقلان فبأي آلاء ربكما تكذبان يا معشر الجن والإنس إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان فبأي آلاء ربكما تكذبان يرسل عليكما شواظ من نار ونحاس فلا تنتصران فبأي آلاء ربكما تكذبان فإذا انشقت السماء فكانت وردة كالدهان فبأي آلاء ربكما تكذبان فيومئذ لا يسأل عن ذنبه إنس ولا جان فبأي آلاء ربكما تكذبان يعرف المجرمون بسيماهم فيؤخذ بالنواصي والأقدام فبأي آلاء ربكما تكذبان هذه جهنم التي يكذب بها المجرمون
يطوفون بينها وبين حميم آن فبأي آلاء ربكما تكذبان. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യസ്അലുഹു, അവനോട് ചോദിക്കുന്നു, അവനോട് യാചിക്കുന്നു. സഅല യസ്അലു സുആലൻ. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശലോകങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും. കുല്ല യൗമിൻ, എല്ലാ ദിവസവും. ഹുവ, അവൻ, അല്ലാഹു, ഫീ ശഅനിൻ, ചില കാര്യത്തിലാകുന്നു. അപ്പോൾ ആകാശലോകങ്ങളിലുള്ളവർ മലക്കുകളും മറ്റുമാണ് ഉദ്ദേശം. വൽ അർദ്, ഭൂമിയിലുള്ള മനുഷ്യരും ജിന്നുകളും. യസ്അലുഹു, അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇവിടെ ഈ സുആൽ രണ്ട് നിലക്കുള്ള സുആലാണ്. ഒന്ന്, നേർക്ക് നേരെ പ്രാർത്ഥിക്കലാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് അങ്ങനെ വേണം, ഞങ്ങളുടെ രോഗം മാറ്റണം, ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ തീർക്കണം, ഞങ്ങൾക്ക് മഴ വേണം, ഇങ്ങനെ തുടങ്ങി സൃഷ്ടികളുടെ നാവുകൊണ്ടുള്ള സുആലുകളാണത്. അതായത് സുആലുൻ ഖൗലിയാണ്, ഖൗലിയായ സുആലുകളാണ്. സുആലുൻ ഖൗലി, ഖൗലുകൊണ്ടുള്ള ചോദ്യങ്ങൾ. ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു മനുഷ്യർ. രണ്ടാമത്തത് സുആലുൻ ഹാലി, നാവുകൊണ്ട് ചോദിക്കുന്നില്ലെങ്കിലും അവസ്ഥ കൊണ്ട് അള്ളാഹുവിലേക്ക് അവർ എപ്പോഴും ആവശ്യമുള്ളവരാണ്. ഈവൻ ദൈവമില്ല എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദിക്ക് അത് പറയാൻ നാവ് ചലിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായമാണ്. അവന് വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഇത് സംസാരിക്കുന്ന വേദിയിലേക്ക് വരണമെങ്കിൽ ഒരു ശക്തമായ തലവേദന വന്നാൽ അവനവിടെ കിടക്കും. ഒരു തന്ത്രവും അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ്റെ കയ്യിലില്ല. അതിനിടയ്ക്കൊരു ആക്സിഡൻറ്റ് പറ്റിയാൽ അവന് മരണത്തിന് കീഴ്പ്പെട്ടേ മതിയാകൂ. ഒരു തന്ത്രവും അവൻ്റെ കയ്യിലില്ല. മറ്റെന്തെങ്കിലും ഒരവസ്ഥ വന്നാലും അങ്ങനെ തന്നെ. അപ്പോൾ കണ്ണിമ വെട്ടുന്ന നേരം പോലും സൃഷ്ടികളിൽ ഒന്നും റഹ്മാനായ റബ്ബിലേക്ക് ആവശ്യക്കാരായിട്ടല്ലാതെ ഇല്ല, നിരന്തരം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുമ്പോൾ പറയാറുള്ളത്, വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. കണ്ണിമ വെട്ടുന്ന നേരമത്ര പോലും അല്ലാഹുവേ, എൻ്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുതേ, നീ ഏറ്റെടുക്കണേ റബ്ബേ. ഈ പ്രപഞ്ചത്തിലെ സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാ പ്രതിഭാസങ്ങളിലും അള്ളാഹുവിൻ്റെ ഇൽമും അവൻ്റെ നിയന്ത്രണവും നിരന്തരമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഉടനെ തന്നെ പറഞ്ഞത് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും ഓരോ കാര്യങ്ങളിലാണ്. ചില മതങ്ങളിലുള്ളവർ വിശ്വസിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്രമിക്കുന്നില്ല, സൃഷ്ടി നടത്തി വിശ്രമിക്കുന്നില്ല. വേറെ ചിലർ പറഞ്ഞു പ്രപഞ്ചത്തിന് സംവിധാനങ്ങൾ നിശ്ചയിച്ചതിന് ശേഷം അള്ളാഹു അതിൻ്റെ പാട്ടിന് വിട്ടേച്ചിരിക്കുന്നു. അങ്ങനെയുമല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുൽ കുർസി, അതിൽ പറയുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. എന്ന് പറഞ്ഞാൽ സജീവതയാണ്, അശ്രദ്ധ എവിടെയുമില്ല. അള്ളാഹു എങ്ങാനും ഒരു അണുകിട അശ്രദ്ധ കാണിച്ചിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഇതിൻ്റെ വ്യവസ്ഥകൾ താറുമാറായി പോകുമായിരുന്നു. ആ നിലക്കുള്ള ഒരു അശ്രദ്ധ പോലുമില്ല. അൽ ഖയ്യൂം, എല്ലാറ്റിനെയും നിയന്ത്രിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. അതാണ് സുമ്മസ്തവ അലൽ അർശി യുദബ്ബിറുൽ അംറ. എല്ലാ കാര്യങ്ങളെയും തദ്ബീർ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിലാണ്. നിരന്തരമായ ശ്രദ്ധ. അതാണ് ലാ തഖുദുഹു സിനതുൻ വലാ നൗം. ഉറക്കമോ മയക്കമോ അവനെ ബാധിക്കുന്നില്ല, നേരിയ അശ്രദ്ധ പോലുമില്ല. അങ്ങനെ ഒരു അശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം നിലനിൽക്കുമായിരുന്നില്ല. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. അവൻ എല്ലാ ദിവസവും ഓരോ കാര്യത്തിലാണ്.
ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ യഖൂലു തആല ദിക്റുഹു കുല്ല യൗമിൻ ഫീ ശഅനി ഖൽഖിഹി. അവൻ എല്ലാ ദിവസവും സൃഷ്ടികളുടെ ഓരോരോ കാര്യത്തിലാണ്. ഫയുഫർരിജു ഖുറബ ദീ കർബിൻ, ബുദ്ധിമുട്ടുള്ളവൻ്റെ ബുദ്ധിമുട്ടുകളെ പരിഹരിച്ചുകൊണ്ട്, വയർഫഉ ഖൗമൻ വയഖ്ഫിദു ആഖരീൻ, ഒരു വിഭാഗത്തെ അവൻ ഉയർത്തുന്നു, മറ്റു ചിലരെ താഴ്ത്തുന്നു. വഗൈറ ദാലിക മിൻ ശുഊനി ഖൽഖിഹി, ആ നിലക്കുള്ള സൃഷ്ടികളുടെ മറ്റെല്ലാ കാര്യവും അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉബൈദ് ഇബ്നു ഉമൈർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഖാല യുജീബു ദാഇയൻ, ദുആ ചെയ്യുന്നവൻ ഉത്തരം കൊടുക്കണം, വയുഅതി സായിലൻ, ചോദിക്കുന്നവന് നൽകണം, ഔ യഫുക്ക ആനിയൻ, ബുദ്ധിമുട്ടുന്നവൻ്റെ പ്രയാസം നീക്കി കൊടുക്കണം, ഔ യശ്ഫി സഖീമൻ, രോഗികൾക്ക് ശിഫ നൽകണം. എന്തെല്ലാം കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആരാണ് ഇത് നിയന്ത്രിക്കുന്നത്? ആരാണ് സംവിധാനിക്കുന്നത്? റഹ്മാനായ റബ്ബല്ലാതെ വേറെ ആരാണ്? അതുകൊണ്ട് തന്നെ പാപങ്ങൾ പുറത്തുകൊണ്ടും തൗബ സ്വീകരിച്ചുകൊണ്ടും പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വതആല നിലകൊള്ളുന്നു. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, ഒഴിഞ്ഞിരിക്കുക എന്നൊരവസ്ഥ റഹ്മാനായ റബ്ബിനില്ല എന്നർത്ഥം. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. എങ്കിൽ ചിലർ ചോദിച്ചേക്കാം, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളൊക്കെ ഖദറാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റു ദിവസങ്ങളിൽ റഹ്മാനായ റബ്ബിന് എന്താണ് പണിയുണ്ടാവുക? നേരത്തെ ഖദറാക്കിയതല്ലേ? അവിടെ ഉലമാക്കൾ വിശദീകരിച്ചു, ഒന്ന് അള്ളാഹുവിൻ്റെ ഖദറാണെങ്കിൽ മറ്റൊന്നത് നടപ്പിൽ വരുത്തുന്ന ഖദാ ആണ്. ഒന്ന് ഖദറാണ്, ഒരു കുഞ്ഞ് ജനിക്കും എന്നത് അള്ളാഹു നേരത്തെ ഖദറാക്കിയതാണ്. എന്നാൽ ആ കുഞ്ഞ് ജനിച്ചിട്ടില്ല, അതിന് ഖദായിലേക്ക് വന്നിട്ടില്ല. അത് ഖദായിലേക്ക് വരുമ്പോൾ അത് ഗർഭാശയത്തിലെത്തിയത് മുതൽ അതിനെ വളർത്തിക്കൊണ്ടുവരുന്നവൻ ആരാണ്? ഭൂമിയിലേക്ക് ജനിച്ചതിന് ശേഷം അവനുള്ള സൗകര്യങ്ങൾ നിരന്തരമായി ചെയ്തു കൊടുക്കുന്നത് ആരാണ്? അപ്പോൾ എല്ലാം റഹ്മാനായ റബ്ബിൻ്റെ ആ വ്യവസ്ഥ പ്രകാരം നടക്കും. മാത്രമല്ല കുല്ല യൗമിൻ, എല്ലാ ദിവസവും എന്നത് ബിനിസ്ബതി ലനാ, നമുക്ക് വേണ്ടി പറഞ്ഞതാണ്. റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ സമയമില്ല. സമയത്തിൻ്റെ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ദിവസം എന്ന് പറയുന്നത്. ദിവസം എന്നത് 24 മണിക്കൂർ രാവും പകലുമായി. അത് പ്രാപഞ്ചിക വ്യവസ്ഥയിൽ അള്ളാഹു സൃഷ്ടിച്ചൊരു സംവിധാനം മാത്രമാണ്. അള്ളാഹു ദിവസങ്ങൾക്കും സമയത്തിനും അതീതനാണ്. അതുകൊണ്ടാണ് മനുഷ്യരിലുള്ള അള്ളാഹുവിൻ്റെ ഇടപെടൽ പോലും വ ഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനത്തിൻ മിമ്മാ തഉദ്ദൂൻ, അള്ളാഹുവിൻ്റെ അടുത്തൊരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണക്കാക്കുന്ന 1000 വർഷങ്ങൾക്ക് തുല്യമാണ്. അപ്പോൾ 1000 വർഷങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ദിവസം അള്ളാഹുവിനുണ്ട് എന്നാണോ? അല്ല. മറിച്ച് റഹ്മാനായ റബ്ബ് പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ, ഖദാഉകൾ, ഖദറുകൾ നടപ്പിൽ വരുന്നത് ഇത്രയും വലിയൊരു കാലതാമസം അതിലുണ്ടാകാം. അതുകൊണ്ട് തന്നെ യൗമ് എന്ന് പറയുമ്പോൾ അതിന് വ്യത്യസ്ത മാനങ്ങളുണ്ട്. അത് സൃഷ്ടികൾ അവരിലേക്ക് ചേർത്ത് മനസ്സിലാക്കണം. സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം അവൻ കാലത്തിന് അതീതനാണ്, അവൻ കാലത്തിൻ്റെ സ്രഷ്ടാവാണ്. അല്ലാഹു കാലത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. ഫബിയയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, എന്നിരിക്കെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിച്ച് തള്ളുന്നത്? അപ്പോൾ പ്രാർത്ഥനയ്ക്കുത്തരം നൽകിക്കൊണ്ടും നമ്മുടെ അവസ്ഥകൾക്കനുസരിച്ച് സൃഷ്ടികൾക്കാവശ്യമായതെല്ലാം അള്ളാഹു നൽകുന്നുണ്ട്. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂ, നിങ്ങൾ ചോദിക്കുന്നതെല്ലാം അള്ളാഹു നൽകിയിട്ടുണ്ട്, നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. അത് ഈ ആയത്തിന് ശേഷം 29ാമത്തെ ആയത്തിന് ശേഷം ഈ ആയത്ത് പറഞ്ഞു എന്നത് അതിൻ്റെ ഗൗരവത്തെ കാണിക്കുന്നു. സനഫുറുഗു ലക്കും അയ്യുഹ സഖലാൻ, സനഫുറുഗു ലക്കും, ഫറഗ യഫ്റഗു വയഫ്റുഗു ഫറാഗൻ വഫുറൂഗ. ഫറഗ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു നിൽക്കുക എന്നാണ്. ഫറഗ, ഫാരിഗ് എന്ന് പറഞ്ഞാൽ ഒന്നിന്ന് ഒഴിഞ്ഞ്, ഇതാ ഫറഗുത ഫൻസബ്, ഒന്നിന്ന് ഒഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക്. അപ്പോൾ ഒഴിഞ്ഞു നിൽക്കുക എന്നാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം. ഫറഗ യഫ്റഗു വയഫ്റുഗു ഫറാഗൻ വഫുറൂഗ,
ഫഹുവ ഫാരിഗുൻ വഫരിഗുൻ. സനഫുറുഗു ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്നതാണ്, മെനക്കെടുന്നതാണ്. അയ്യുഹസ്സഖലാൻ, ഭാരിച്ച രണ്ട് സമൂഹമേ. സഖൽ എന്ന് പറഞ്ഞാൽ ഭാരമേറിയത്, ഭാരമേറിയത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അസ്സഖലു അശ്ശൈഉൻ നഫീസുൽ ഖതീർ. അസ്സഖൽ എന്ന് പറഞ്ഞാൽ അശ്ശൈഉൻ നഫീസുൽ ഖതീർ, വളരെ പ്രധാനപ്പെട്ടതും ഗൗരവമേറിയതും പ്രധാനപ്പെട്ടതിനും സഖൽ എന്ന് പറയും. ഭാരമേറിയത് പ്രധാനപ്പെട്ടതിനൊക്കെ സഖൽ എന്ന് പറയും. അപ്പോൾ സഖലൈൻ, രണ്ട് ഭാരിച്ച സമൂഹം എന്ന് പറഞ്ഞാൽ അൽ ജിന്നു വൽ ഇൻസ്, മനുഷ്യനും ജിന്നും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലെ ഭാരിച്ച രണ്ട് സമൂഹങ്ങളാണ്. അത് സൃഷ്ടിപ്പിൻ്റെ അവസ്ഥയാണ്, അള്ളാഹുവിന് ഭാരം എന്നുള്ളതല്ല. ലഖൽഖുസ് സമാവാതി വൽ അർദി അക്ബറു മിൻ ഖൽഖിന്നാസ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് മനുഷ്യ സൃഷ്ടിപ്പിനേക്കാൾ ഗൗരവമേറിയതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് വളരെ പ്രയാസം സൃഷ്ടിക്കാൻ, മറ്റൊന്ന് അത്ര പ്രയാസമല്ല. അങ്ങനെ ഉണ്ടോ? ഇല്ല. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അത് ആകാശമാണെങ്കിലും ശരി, ആറ്റമാണെങ്കിലും ശരി, രണ്ടും ഒരുപോലെയാണ്. എന്നാൽ അള്ളാഹു ചിലതിനെ മറ്റു ചിലതിനേക്കാൾ അള്ളാഹു ഫളല് നൽകുന്നു. വലഖദ് കറംനാ ബനി ആദം, ആദമിൻ്റെ മക്കളെ നാം ആദരിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സഖലൈൻ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരും ജിന്നുകളും ഗൗരവമേറിയ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗമാണ്. മാത്രമല്ല, ഒരു വേള ആലോചിച്ചാൽ വമ്പിച്ച ഒരു അമാനത്ത് ഏറ്റെടുത്തത് മനുഷ്യരും ജിന്നുകളും മാത്രമാണ്. നരകത്തിൽ ജീവികളായിട്ട് മനുഷ്യരും ജിന്നുകളും മാത്രമേ ഉള്ളൂ. കോടാനുകോടി സൃഷ്ടികളുണ്ട് ഭൂമിയിൽ, കോടാനുകോടി സൃഷ്ടികൾ. വ്യത്യസ്ത തരം സ്പീഷീസുകളുണ്ട്, മൃഗങ്ങളായിട്ട്, മത്സ്യങ്ങളായിട്ട്, പക്ഷികളായിട്ട്, ബാക്ടീരിയകളായിട്ട്, വൈറസുകളായിട്ട്. അതിൽ നിന്ന് രണ്ട് സൃഷ്ടികൾക്കാണ് പരലോകം, രണ്ട് സൃഷ്ടികൾക്കാണ് സ്വർഗവും നരകവും എന്നൊക്കെ പറയുമ്പോൾ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇന്നാ അറദ്നൽ അമാന അല സമാവാതി വൽ അർദി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹ വഅശ്ഫഖ്ന മിൻഹ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. അതിൽ ഇൻസ് കൂടിപ്പെടും. ആകാശം പറഞ്ഞു ഞങ്ങൾ ഏറ്റെടുക്കൂല, ഭൂമി പറഞ്ഞു ഞങ്ങൾക്ക് കഴിയില്ല, പർവ്വതങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കഴിയില്ല. കാരണം അനുസരിച്ചാൽ സ്വർഗം, അനുസരണക്കേട് കാണിച്ചാൽ നരകം. എങ്ങാനും അനുസരണക്കേട് കാണിച്ചാലോ നരകത്ത് പോകേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളില്ല. മനുഷ്യൻ പറഞ്ഞു ഞങ്ങളുണ്ട്, ഏറ്റെടുത്തോളാം. ജിന്നുകളും പറഞ്ഞു. അതുകൊണ്ട് തന്നെ അനുസരണക്കേട് കാണിച്ചവന് നരകം കിട്ടുമ്പോൾ മനുഷ്യൻ അത് ഖിയാമത്ത് നാളിൽ അംഗീകരിക്കുന്നതാണ്. ഔല ലഖഫ ഔല സുമ്മ ഔല ലഖഫ ഔല അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ. ഇത് നീ അർഹിക്കുന്നതാണ്, നിന്നെ വെറുതെ വിട്ടേക്കുമെന്ന് വിചാരിച്ചോ? നീ അംഗീകരിച്ച കാര്യമാണ്, അതുകൊണ്ട് നിന്നെ പരീക്ഷിക്കും. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ പരിശോധിക്കും. അതുകൊണ്ടാണ് അസ്സഖലൈൻ. ഇത് വേറെ ജീവജാലങ്ങൾക്കൊന്നുമില്ല, ഗൗരവമേറിയ വിഷയമാണ്. ആ സഖലൈനോട് പറയുന്നത് സനഫുറുഗു ലക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഒരു ജോലി മറ്റൊരു ജോലിക്ക് തടസ്സമായതുകൊണ്ടാണോ ഇങ്ങനെ പറഞ്ഞത്? അല്ല, മറിച്ചു കുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ. എല്ലാ ദിവസവും അവൻ ഓരോ കാര്യത്തിലാണ്. ഒന്നിനെക്കുറിച്ചുള്ള ശ്രദ്ധ മറ്റൊന്നിൽ നിന്ന് അവനെ അശ്രദ്ധമാക്കുകയേയില്ല. അൽബത്ത, ഒരിക്കലും, അണുകിട പോലും. പിന്നെ ഈ പറഞ്ഞതെന്താണ്? നിങ്ങൾക്ക് വേണ്ടി ഒരു ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്, ആ ഡേറ്റിൽ വിചാരണ നടക്കും എന്ന ശക്തമായ മുന്നറിയിപ്പാണ്. അന്ന് ആ വിചാരണയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥയെ തന്നെ മാറ്റിമറിച്ച് കളയുന്നതാണ്. ഇന്ന് കാണുന്ന വ്യവസ്ഥയെ. അങ്ങനെ ഒരു പരലോകവും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുന്നത് പോലും എന്തിനു വേണ്ടിയാണ്? ഈ ഹിസാബിന് വേണ്ടിയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് എത്ര ഗൗരവമുള്ള കാര്യമാണ്. ഞാനും നിങ്ങളും നിസ്സാരമായി കാണുന്നു. ഈ കാണുന്ന ആകാശ ലോകങ്ങളെല്ലാം ഇദസ്സമാഉൻ ഫതറത് വഇദൽ കവാകിബുൻ തസറത് വഇദൽ ബിഹാറു സുജ്ജിറത്.
വഇദൽ ബിഹാറു ഫുജ്ജിറത് വഇദൽ ഖുബൂറു ബുഇസിറത്. അതേപോലെ തന്നെ മറ്റൊരധ്യായത്തിൽ ഇദശംസു ഖുവിറത് വഇദൻ നുജൂമു കദറത് വഇദൽ ജിബാലു സുയ്യിറത്. എന്തൊക്കെ കാര്യങ്ങളാണ് രണ്ട് ഊത്തിലൂടെ ഉണ്ടാവുന്നത്. ഇങ്ങനെയെല്ലാമുള്ള വ്യവസ്ഥ അതിന് ശേഷം പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അള്ളാഹു മാറ്റുന്നത് ഈ ഒരു വിചാരണക്ക് വേണ്ടിയാണ്. പ്രപഞ്ചം മൊത്തം ഈ വിചാരണക്ക് തയ്യാറാവുന്നു എന്നർത്ഥം. മൊത്തം അള്ളാഹു മാറ്റും. പർവ്വതങ്ങളെയൊക്കെ ഇടിച്ച് നിരപ്പാക്കിയിട്ട് പാറിപ്പറക്കുന്ന ധൂളികളാക്കി മാറ്റിയിട്ട് ഭൂമിയെ അങ്ങോട്ട് നിരപ്പാക്കും. നമ്മളുണ്ടല്ലോ ഒരു സമ്മേളനത്തിന് സ്ഥലമെടുത്താൽ നമ്മളെന്ത് ചെയ്യും? സമ്മേളനത്തിന് സ്ഥലമെടുത്താൽ ആ ഒരു മാസം മുമ്പേ അവിടെ എല്ലാ വർക്കുകളും നടക്കും. ഭൂമിയൊക്കെ നേരെയാക്കി ഉയർന്ന ഭാഗങ്ങളൊക്കെ മാറ്റി, ചളിയുണ്ടെങ്കിൽ അവിടെ മണ്ണിട്ട് എല്ലാവർക്കും സീറ്റ് ഒരുക്കണമല്ലോ. അതേപോലെ ഭൂമിയെ അള്ളാഹു ഒരുക്കും. ഭൂമി ഒരുക്കും. ഒറ്റ പ്രതലം ഒരൊറ്റ നോട്ടത്തിൽ ഇങ്ങനെ എല്ലായിടത്തും കാണാമെന്നാണ്. എവിടെയും ഉയർച്ചയും താഴ്ചയും ഉണ്ടാവില്ല എന്ന്. ഒരു പ്രതലം മഹ്ശർ. ഇങ്ങനെയൊക്കെ ഉള്ള വലിയ സംവിധാനങ്ങൾ വരാൻ പോവാണ്. അതാണ് സനഫുറുഗു ലക്കും അയ്യുഹസ്സഖലാൻ. നിങ്ങൾക്ക് വേണ്ടി നാം മുന്നിട്ട് വരുന്നതാണ്. എന്തിനു വേണ്ടി? വിചാരണക്ക് വേണ്ടി, ഹിസാബിന് വേണ്ടി, സവാബിന് വേണ്ടി, ഇഖാബിന് വേണ്ടി, പ്രതിഫലത്തിന് വേണ്ടി, ശിക്ഷിക്കാൻ വേണ്ടി, സ്വർഗം കൊണ്ടുവരാൻ വേണ്ടി, നരകം കൊണ്ടുവരാൻ വേണ്ടി. തീർച്ചയായും അത് വല്ലാത്തൊരു ദിവസം തന്നെയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. എന്നിരിക്കെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഏതേത് അനുഗ്രഹത്തെയാണോ മനുഷ്യരെ നിങ്ങൾ നിഷേധിച്ച് തള്ളുന്നത്? അതും വലിയൊരു അനുഗ്രഹമാണ്. ഈ വിചാരണ നടക്കുക എന്നുള്ളതും വളരെ വലിയ ഒരു അനുഗ്രഹമാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യരുടെയും ജിന്നുകളുടെയും സമുദായമേ. മഅ്ശർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്, വിഭാഗം, ടീം എന്നൊക്കെയാണ് അർത്ഥം. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യരുടെയും ജിന്നുകളുടെയും സമൂഹമേ. അതാണ് നേരത്തെ പറഞ്ഞ അസ്സഖലൈൻ. അതാണ് ഇവിടെ പറഞ്ഞത്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് ഇനിസ്തതഅതും. ഇസ്തതഅ എന്ന് പറഞ്ഞാൽ സാധിക്കുക. യസ്തതിഉ ഇസ്തിതാഅ. ഇനിസ്തതഅതും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ. എന്തിന്? തൻഫുദു. നഫദ യൻഫുദു നുഫൂദൻ വനഫാദ. നഫദ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടപ്പിൽ വരുത്തുന്നതിന് നഫദ എന്ന് പറയും. ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു പോകുന്നതിനും നഫദ എന്ന് പറയും. രക്ഷപ്പെടുന്നതിനും നഫദ എന്ന് പറയും. നഫദ യൻഫുദു നുഫൂദൻ. രക്ഷപ്പെട്ടു പോവുക, മറികടന്നു പോവുക. ജാവസ യുജാവിസു, തജാവസ യതജാവസു, മറികടക്കുക എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അപ്പോൾ അൻ തൻഫുദു, നിങ്ങൾക്ക് മറികടന്നു പോകാൻ, രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുമെങ്കിൽ. എവിടെ നിന്ന്? മിൻ അഖ്താരി സമാവാതി വൽ അർദ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും മേഖലകളിൽ നിന്ന്. ഖുത്റിൻ്റെ ജംആണ് അഖ്താർ. വഹിയൽ അത്റാഫ്. അറ്റങ്ങൾ, ഓരങ്ങൾ, സൈഡുകൾ, ബൗണ്ടറി. അതിനാണ് ഖുത്ർ എന്ന് പറയുന്നത്. അതിൻ്റെ ജംആണ് അഖ്താർ, ബൗണ്ടറി. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ബൗണ്ടറി കടന്ന് രക്ഷപ്പെട്ടു പോകാൻ അന്ന് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഫൻഫുദൂ, നിങ്ങളൊന്ന് പുറത്ത് കടന്ന് കാണിക്ക്. ലാ തൻഫുദൂൻ, നിങ്ങൾക്കൊരിക്കലും രക്ഷപ്പെട്ടു പുറത്ത് കടക്കാൻ കഴിയില്ല. ഇല്ലാ ബിസുൽത്താനിൻ, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ അമ്ർ, സുൽത്താൻ, ആ സുൽത്താനുള്ള സാഹചര്യത്തിലൊഴികെ. എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനയോ അവൻ്റെ സമ്മതമോ ഇല്ലാതെ അന്ന് ഒരാൾക്കും രക്ഷപ്പെട്ടു പോവുക സാധ്യമേയല്ല. അങ്ങനെ ആരെങ്കിലും രക്ഷപ്പെട്ടു പോകുമോ? രക്ഷപ്പെട്ടു പോവുകയുമില്ല. എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടുന്നതാണ്. എല്ലാവരും അന്ന് ഹാജരാക്കപ്പെടുന്നതാണ്. ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുകളയുകയില്ല. രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല. അപ്പോൾ വിചാരണക്ക് വേണ്ടി അല്ലാഹു മുന്നിട്ട് വരികയും യൗമുൽ ഹിസാബ് വെളിവാവുകയും ചെയ്താൽ രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് മനുഷ്യൻ നോക്കുമെന്നാണ്.
യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ. എങ്ങോട്ടാണെന്ന് ഓടി രക്ഷപ്പെടുക എന്ന് ആലോചിക്കുന്നത്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ യസ്അലു അയ്യാന യൗമുൽ ഖിയാമ. ഖിയാമത്ത് നാളിനെക്കുറിച്ച് ഗംഭീരമായി വിശദീകരിക്കുന്നു. ഫഇദാ ബരിഖൽ ബസർ വഖസഫൽ ഖമർ വജുമിഅ അശ്ശംസു വൽ ഖമർ. അന്ന് കണ്ണുകൾക്കൊക്കെ അന്ധത ബാധിക്കും. സൂര്യനും ചന്ദ്രനുമൊക്കെ ഒരു തരം ഗ്രഹണം ബാധിക്കും. സൂര്യനും ചന്ദ്രനുമൊക്കെ കൂട്ടി യോജിപ്പിക്കപ്പെടും. യഖൂലുൽ ഇൻസാൻ, അന്ന് മനുഷ്യൻ പറയുന്നതാണ്, ഐനൽ മഫർ, എവിടെ കോടി രക്ഷപ്പെടും. കല്ലാ ലാ വസർ, ഒരു സ്ഥലവുമില്ല, എവിടേക്കും രക്ഷപ്പെടാൻ പറ്റൂല. ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ, അന്നേ ദിവസം മുസ്തഖർ, അവസാന അഭയകേന്ദ്രം, എത്തിച്ചേരുന്ന സ്ഥലം റഹ്മാനായ റബ്ബിൻ്റെ അടുത്തേക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ മഹാപ്രപഞ്ചത്തിൽ നിന്ന് പോലും ഒരാൾക്ക് ഒളിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം അള്ളാഹുവിൻ്റെ പിടുത്തത്തിലായിരിക്കുന്ന, അള്ളാഹുവിൻ്റെ സുൽത്താനിലായിരിക്കും. അതില്ലാതെ ഒരാൾക്കും എവിടേക്കും രക്ഷപ്പെടുക സാധ്യമല്ല. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരി സ്സമാവാതി വൽ അർദി ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എന്നിരിക്കെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ തള്ളിക്കളയുന്നത്, നിഷേധിക്കുന്നത്. യുർസലു അലൈക്കുമാ, നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നേരെ അയക്കപ്പെടും. അർസല യുർസിലു ഇർസാലൻ, അയക്കുക. യുർസലു അയക്കപ്പെടുക. യുർസലു അലൈക്കുമാ, നിങ്ങളുടെ മേൽ അയക്കപ്പെടും. ശുവാദും മിന്നാർ, തീയിൽ നിന്നുള്ള ഷുവാദ്. ഷുവാദ് എന്ന് പറഞ്ഞാൽ അല്ലഹബു, തീജ്വാലയാണ്. വഹ്ജുഹ ലഹീബുഹ ലാ ദുഖാന ഫീ. ഷുവാദ് എന്ന് പറഞ്ഞാൽ അതിൽ ദുഖാൻ ഉണ്ടാവില്ല, പുകയുണ്ടാവില്ല. ശുദ്ധമായ തീയുടെ കഷ്ണങ്ങളാണത്. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അശ്വാലു ഹാദൽ ലഹബുൽ അഖ്ദറു അൽ മുതഖത്തിഉ മിനൻ നാർ, തീയിൽ നിന്നുള്ള കഷ്ണങ്ങളായിട്ടുള്ള പച്ച നിറത്തിൽ കാണുന്ന ശുദ്ധമായ തീജ്വാല, പുകയില്ലാത്ത. അപ്പോൾ അതിനൊരു പച്ച നിറം, നീലയോട് കളർന്ന ഒരു പച്ച നിറം തീക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ഷുവാദ് നിങ്ങളുടെ നേരെ അയക്കപ്പെടും, മനുഷ്യരുടെയും ജിന്നുകളുടെയും. വനുഹാസുൻ, നുഹാസ് എന്ന് പറഞ്ഞാൽ കരിമ്പുക. നുഹാസ് എന്ന വേർഡിൻ്റെ അർത്ഥം കരിമ്പുക എന്നാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞത് ഷുവാലിനെ കുറിച്ച്, ശുദ്ധമായ തീ, അതിൽ പുകയില്ല. നുഹാസിൻ്റെ പ്രത്യേകത അദ്ദുഖാനു ലാ ലഹബ ഫീ, അതിൽ തീയുമില്ല. പുക കലർന്ന തീയുണ്ട്, തീയോടുകൂടിയ പുകയുണ്ട്. എന്നാൽ തീരെ തീയില്ലാത്ത കരിമ്പുകക്കാണ് നുഹാസ് എന്ന് പറയുന്നത്. അധിക മുഫസ്സിരിങ്ങളും സ്വീകരിച്ചത് ഈ അർത്ഥമാണ്. അതേ സന്ദർഭത്തിൽ നുഹാസ് എന്നതിന് അസുഫർ, ബ്രാസ്, ചെമ്പ്, അതേപോലെയുള്ള ലോഹം, ആ ലോഹമാണ്, ആ ലോഹം ഉരുക്കിയിട്ട് അതിൻ്റെ ചൂടുള്ളതാണ് എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കരിമ്പുക, കടുത്ത പുക എന്നതാണ് അതിൻ്റെ ശരിയായ ഈ സന്ദർഭത്തിലുള്ള വിവക്ഷ. അപ്പോൾ യുർസലു അലൈക്കുമാ ശുവാളും മിൻ നാരിൻ വനുഹാസുൻ ഫലാ തൻതസിറാൻ, അപ്പോൾ നിങ്ങൾ രക്ഷാ നടപടി സ്വീകരിക്കുകയില്ല. പരസ്പരം സഹായിക്കാനോ സ്വയം രക്ഷപ്പെടാനോ നിങ്ങൾക്ക് കഴിയില്ല. ഇൻതസറ യൻതസിറു ഇൻതിസാറൻ. ഇൻതസറ എന്ന് പറഞ്ഞാൽ സഹായ നടപടി സ്വീകരിക്കുക. അവിടെ ഉലമാക്കൾ പറഞ്ഞു, മനുഷ്യർ അവരുടെ നിലക്കും ജിന്നുകൾ അവരുടെ നിലക്കും അവർക്ക് കഴിയില്ല. വേറെ ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞു, ജിന്നുകളും മനുഷ്യരും അന്ന് ഒരുമിച്ച് കൂടിയാൽ പോലും രണ്ടു കൂട്ടർക്കും കഴിയില്ല. കാരണം അവർ തമ്മിൽ ഇസ്തിംത ഉണ്ടായിരുന്നല്ലോ. റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമെടുത്തു, എങ്കിൽ ആ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായമെടുക്കാൻ അന്നേ ദിവസം നിങ്ങൾക്ക് കഴിയില്ല. യുർസലു അലൈക്കുമാ ശുവാളും മിൻ നാർ വനുഹാസുൻ ഫലാ തൻതസിറാൻ.
ഈ നേരത്തെ പറഞ്ഞ ആയത്തുകളും ഈ ആയത്തുകളും തമ്മിൽ വ്യാഖ്യാനിക്കുന്നിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാഖ്യാനം പറഞ്ഞ ഉലമാക്കളുണ്ട്. എങ്ങനെ? ആകാശഭൂമികളുടെ അഖ്താറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ശ്രമിക്കൂ എന്നാണല്ലോ. അങ്ങനെ മനുഷ്യൻ ഓടാൻ ശ്രമിക്കുമ്പോൾ യുർസലു അലൈക്കുമാ ശുവാദും മിൻ നാരിൻ വനുഹാസുൻ ഫലാ തൻതസിറാൻ, അപ്പോൾ അവരുടെ നേരെ അള്ളാഹു ലഹബ് അയക്കും, ഈ കരിമ്പുകയും അയക്കും. അവർക്ക് എങ്ങോട്ടും രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹു അവരെ മഹ്ശറിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നതാണ്. ഒരു നിലക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ സ്വഹീഹായ ഹദീസുകളിൽ കാണാം, ഷാമിൽ നിന്നൊരു തീ പുറപ്പെടുന്ന, ആ തീ ജനങ്ങളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്ന. എല്ലാ നാട്ടിലൂടെയും വന്ന് തീ കാണുമ്പോൾ മനുഷ്യനോടും ആ തീ ഇവരുടെ പിന്നാലെ കൂടിയിട്ട് മഹ്ശറിലേക്ക് അള്ളാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന. എന്നിട്ട് അവിടെ നിന്നാണ് ഖിയാമത്തുണ്ടാവുന്നത്. എല്ലാവരെയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ നിന്നാണ് അതുണ്ടാവുന്നത് എന്ന്. അപ്പോൾ ആ നിലക്ക് റഹ്മാനായ റബ്ബ് ചെയ്യും. വേറെ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഇങ്ങനെ തീജ്വാലയും കരിമ്പുകയും അയക്കപ്പെടുമ്പോഴാണ് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കുന്നത്. നേരെ തിരിച്ചങ്ങോട്ടും. പക്ഷെ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, സംശയമല്ല. രണ്ട് രൂപത്തിലാണെങ്കിലും കുഴപ്പവുമില്ല. ഫലാ തൻതസിറാൻ, അപ്പോൾ നിങ്ങൾക്ക് രക്ഷാ നടപടി സ്വീകരിക്കാൻ പറ്റില്ല. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസ്സിബാൻ, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ കളവാക്കുന്നത്. ഫഇദൻ ഷഖ്ഖത്തിസ് സമാഉ, അപ്പോൾ ആ സന്ദർഭത്തിൽ ഇൻഷഖ്ഖത്തിസ് സമാ, ഇൻഷഖ്ഖ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പിളരുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻഷഖ്ഖ യൻഷഖു ഇൻഷിഖാഖൻ, ഖുർആനിലൊരു അധ്യായം തന്നെയുണ്ട്, സൂറത്തുൽ ഇൻഷിഖാഖ്. ഇദസ് സമാഉ ഷഖ്ഖത്. ഇൻഫത്തറ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ, പൊട്ടിപ്പിളർന്ന് കഷ്ണങ്ങളായി തീരുക. അപ്പോൾ ഫഇദ ഷഖ്ഖത്തിസ് സമാ, ആകാശലോകം പൊട്ടിപ്പിളരും. ഫകാനത്ത്, എന്നിട്ടതായിത്തീരും വർദ്ധൻ, റോസ് നിറം, ചുവപ്പും റോസും കൂടി കലർന്ന ചെമ്മഞ്ഞ എന്ന് പറയുന്നൊരവസ്ഥ. മശ്രിഖിലും മഗ്രിബിലും സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുമ്പോൾ കാണുന്ന ഒരു പ്രത്യേക നിറമാണത്. ആകാശലോകങ്ങൾ മൊത്തത്തിൽ ആ നിറമായിത്തീരുന്നതാണ്. അതാണ് വർദ്ധ. റോസിന് വർദ്ധ എന്ന് പറയും. ആ റോസിൻ്റെ നിറം, പനിനീർ പൂവിൻ്റെ ആ ചുവന്ന നിറം അല്ലെങ്കിൽ അതിനോട് കലർന്ന നിറം. കദ്ദിഹാൻ, ദിഹാൻ എന്ന് പറഞ്ഞാൽ കുഴമ്പ്, എണ്ണക്കീടം, ലോഹങ്ങൾ ഉരുക്കിയാലുണ്ടാകുന്ന അവസ്ഥ. ലോഹങ്ങൾ, സ്വർണം, വെള്ളി, ആ ലോഹങ്ങൾ ഉരുക്കുമ്പോൾ അതിൻ്റെ നിറമനുസരിച്ചുള്ള നിറവ്യത്യാസവും ഉണ്ടാകുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആകാശലോകം ഉരുകിയ എണ്ണക്കീടം പോലെ, ദിഹാന് പോലെ ആയിത്തീരുന്നതാണ്. വ്യത്യസ്ത സമയത്ത് അതിന് വ്യത്യസ്ത നിറം കാണാമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് വരുത്തുന്ന മാറ്റമനുസരിച്ച്, അതിൻ്റെ പ്രതിഭാസമനുസരിച്ച് അത് ചുവപ്പും മഞ്ഞയും ഇരുണ്ടതും എല്ലാമായി തീരുമെന്നാണ്. അങ്ങനെയുള്ള ഭയാനകരമായ ഒരു ലോകത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഉലമാക്കൾ പറയുന്നു, ഹിയൽ യൗം ഖദ്റാ വലൗനുഹാ യൗമഇദിൻ അൽ ഹുംറ, ഇന്നതിനൊരു പച്ച നിറമാണെങ്കിൽ ഖിയാമത്ത് നാളിൽ അതിന് വമ്പിച്ചതായ ചുവന്ന നിറമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ലോഹങ്ങൾ ഉരുകിയാലുണ്ടാകുന്ന ഒരു പ്രത്യേകതരം നിറം പോലെ ഒരു നിറവും, അതാണ് വർദ്ധ. അങ്ങനൊരവസ്ഥയും ആകാശലോകത്തിനുണ്ടാവും. ഈ കാണുന്ന ശക്തമായ നക്ഷത്ര ലോകങ്ങളൊക്കെ ഒരു തരം കുഴമ്പ് പോലെ, പെയിൻറ് പോലെ ആയിത്തീരുമെന്നാണ്. ഫഇദാ ഷഖ്ഖത്തിസ് സമാഉ ഫകാനത് വർദതൻ കദ്ദിഹാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഏതേത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ അന്ന് കളവാക്കുന്നത്. ഫയൗമഇദിൻ, അപ്പോൾ അന്നേ ദിവസം ലാ യുസ്അലു, ചോദിക്കപ്പെടുകയില്ല. സഅല യസ്അലു സുആലൻ യുസ്അലു, ചോദിക്കപ്പെടുകയില്ല. അൻ ദംബിഹി, അവൻ്റെ പാപത്തെക്കുറിച്ച്. ദംബ് എന്ന് പറഞ്ഞാൽ പാപം. ഇൻസുൻ വലാ ജാൻ, മനുഷ്യനോടോ ജിന്നിനോടോ അവൻ ചെയ്ത കുറ്റകൃത്യത്തെക്കുറിച്ച് അന്ന് ചോദിക്കപ്പെടുകയില്ല. ഖിയാമത്ത് നാളിൽ
നമുക്കറിയാം, ദുനിയാവിലൊരു വിചാരണ നടക്കണമെങ്കിൽ പ്രതിക്കൂട്ടിൽ നിർത്തണം, എന്ത് തെറ്റാ ചെയ്തത് ചോദിക്കണം, വക്കീലുമാർ വാദിക്കണം, എന്നിട്ട് കോടതിക്ക് ബോധ്യപ്പെടണം. റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ ആ തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ റബ്ബിനറിയാം. അതിനു പുറമെ ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനു പുറമെ വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫഅലൂൻ. ആ മാന്യന്മാരായ എഴുത്തുകാരായ മലക്കുകൾ ഒന്നും വിട്ടുപോയിട്ടില്ല. വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തതർ, ചെറുതും വലുതും ഒക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറ, ചെറുതും വലുതുമായതൊന്നും വിട്ടുപോയിട്ടില്ല. കഫാ ബി നഫ്സിക്കൽ യൗമ അലൈക ഹസീബ, ഇന്ന് നീ തന്നെ നിന്നെ ചോദ്യം ചെയ്താൽ മതി, വേറൊരാൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അതിനു പുറമെ അവരുടെ കൈകൾ, കാലുകൾ, ശരീരം എല്ലാം സാക്ഷ്യം പറയും. പിന്നെ ചോദിച്ചറിയേണ്ട ഒരാവശ്യമില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ അവിടെ ഏതെങ്കിലും നിലക്കുള്ള ചോദ്യങ്ങളോ വിചാരണയോ ഇല്ല എന്നാണോ? അല്ല, വ്യത്യസ്ത സന്ദർഭങ്ങളിലായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, പിടിച്ചു നിർത്തവരെ, അവർ ചോദിക്കപ്പെടാൻ പോവാണ്. അപ്പോൾ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യം എങ്ങനെയുള്ള ചോദ്യമാണ്? അറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല, മറിച്ച് ഭയപ്പെടുത്താൻ വേണ്ടിയും സങ്കടപ്പെടുത്താൻ വേണ്ടിയുമുള്ള ചോദ്യമാണ്. സങ്കടപ്പെടുത്താനും പേടിപ്പിക്കാനും വേണ്ടിയുള്ള ചോദ്യമാണ്, അറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല. അതല്ലാത്ത നിലക്ക് തന്നെ കുറ്റവാളികൾ അറിയാനുള്ള സംവിധാനം അവിടെയുണ്ട്. അതാണ് ഫയൗമ ഇതില്ല യുസ്അലു അൻ ദംബിഹി ഇൻസു വലാ ജാൻ. അന്ന് മനുഷ്യരും ജിന്നുകളും അവരുടെ പാപത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെടുകയില്ല. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ യുഅറഫുൽ മുജ്രിമൂന, അതാണ് വിഷയം. യുഅറഫു, അറിയപ്പെടും, അൽ മുജ്രിമൂൻ, കുറ്റവാളികൾ. അജ്റമ യുജ്രിമു ഇജ്റാമൻ, കുറ്റം ചെയ്യുക, മുജ്രിം. അറഫ എന്ന് പറഞ്ഞാൽ അറിയുക, യഅരിഫു ഇർഫാനൻ വ മഅരിഫതൻ. യുഅറഫുൽ മുജ്രിമൂന, മുജ്രിമീങ്ങൾ അന്നറിയപ്പെടും. ബിസീമാഹും, അവരുടെ അടയാളങ്ങൾ കൊണ്ട്. സീമ എന്ന് പറഞ്ഞാൽ അസ്സീമാ ഉ വസീമ ഹിയ അലാമ, അടയാളം. അടയാളത്തിനാണ്, അല്ലെങ്കിൽ ഹൈഅ, പ്രത്യേകമായ ഹൈഅത്ത്, രൂപം, അതിനാണ് സീമ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇസ്മിന്, പേരിന് ഇസ്മ എന്ന് പറയുന്നത് അതിൽ നിന്നാണ്. പേരിന് ഇസ്മ എന്ന് പറയുന്നത് ഒരാളുടെ പേര് അയാളുടെ അടയാളമാണ്. യുഅറഫുൽ മുജ്രിമൂന ബിസീമാഹും, കുറ്റവാളികൾ അവരുടെ അടയാളങ്ങൾ കൊണ്ട് തന്നെ തിരിച്ചറിയപ്പെടും. ഫയുഖദു, അങ്ങനെ അവർ പിടിക്കപ്പെടും. അഖദ യഖുദു അഖ്ദൻ, യുഖദു, പിടിക്കപ്പെടും. ബിന്നവാസി, മൂർധാവിൽ. നാസിയത്തിൻ്റെ ജംആണ് നവാസി. തലയുടെ മുൻഭാഗം കുടുമക്കാണ് നവാസി എന്ന് പറയാം. മുടി കൂട്ടി പിടിക്കുന്നതാണ് തലയുടെ മുൻഭാഗം, കുറ്റവാളികളെ പിടിക്കുന്നത് പോലെ. വല്ലഖ്ദാം, പാദങ്ങളിലും മുടിയും കാലും കൂടി കൂട്ടിപ്പിടിക്കുന്ന. ഖദമിൻ്റെ ജംആണ് അഖ്ദാം. അതിനു പുറമെ ചങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെട്ടവരായിരിക്കും. കൈകൾ, കാല്, കഴുത്ത് മൂന്നും കൂടി മിക്സഡായിട്ടുള്ള ഒരു തരം ചങ്ങലയാണ് ഉണ്ടാവുക എന്നാണ്. കൈകൾ കൊടുക്കും, അത് കാലിലൂടെ ഉണ്ടാകും, അത് കഴുത്തിലൂടെയും ഉണ്ടാകും. പെരും കുറ്റവാളികളെ ജയിലിൽ അടയ്ക്കുന്നത് ആ രൂപത്തിൽ തന്നെയാണ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദൂഹ്, പിടിക്ക്, ഫഗുല്ലൂഹ് സുമ്മൽ ജഹീമ സല്ലൂ സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂ. ഉലമാക്കൾ പറയുന്നത്, മുഫസ്സിരീങ്ങൾ പറയുന്നത്, ഹദീസുകളും മറ്റും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തിലുള്ളതുപോലെ തന്നെ കോഴി ചുടാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലൂടെ ഇരുമ്പ് കയറ്റിയിട്ട് തിരിക്കുന്നത് പോലെ മശ്വിയാക്കാൻ വേണ്ടിയിട്ട് അവരുടെ തല മുതൽ കാലുവരെ ഒരു ഇരുമ്പുണ്ടാവുന്നതാണ്. അതിലാണ് ചുറ്റിക്കളയുക, എന്നിട്ട് തീയിലിട്ട് പഴുപ്പിക്കുകയാണ് ചെയ്യുക. ഇതിനാണ് സല്ലു എന്ന് പറയുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ യുഅറഫുൽ മുജ്രിമൂന ബിസീമാഹും, അക്രമകാരികൾ അവരുടെ അടയാളങ്ങൾ കൊണ്ട് അറിയപ്പെടും. ഫയുഖദു ബിന്നവാസി വല്ലഖ്ദാം, അവരുടെ പാദങ്ങളിലും മൂർധാവിലും മലക്കുകൾ പിടിക്കും. സബാനിയത്തിൻ്റെ മലക്കുകൾ അന്നുണ്ടാകുന്നതാണ്.
അലൈഹ 19 ആ 19 മലക്കുകൾ, സബാനിയത്തിൻ്റെ മലക്കുകളും അവരുടെ മറ്റ് ഖാദിമുകളും ഓരോരുത്തരെയായിട്ട് പിടിക്കും. എന്താണ് അന്നത്തെ അടയാളം? ഒരുപാട് അടയാളങ്ങളുണ്ട്. അതിലൊന്ന് യൗമ തബിയല്ലു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്, കുറ്റവാളികളുടെ മുഖം ഇരുണ്ടിട്ടായിരിക്കുന്നതാണ്, വിശ്വാസികളുടെ മുഖം വെളുത്തിട്ടുമായിരിക്കും. വേറെയും അടയാളങ്ങളൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് അടയാളങ്ങൾ കൊണ്ട് തന്നെ തിരിച്ചറിയപ്പെടുന്നതാണ്, പ്രത്യേകിച്ച് ചോദിക്കണം എന്നില്ല എന്നർത്ഥം. അതേപോലെ തന്നെ അവരുടെ കൈകളിലുള്ള ഏടുകൾ നോക്കിയാൽ ഇടത്തെ കയ്യിലാണോ വലത്തെ കയ്യിലാണോ, അങ്ങനെ ഒരുപാട് അടയാളങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഈ അടയാളങ്ങളൊക്കെ തന്നെ ധാരാളം മതിയാകുന്നതാണ്. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്നിരിക്കെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊക്കെ അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുന്നത്? ഹാദിഹി ജഹന്നം, ഇതാകുന്നു നരകം. അതിനുശേഷം അവരെ അതിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരോട് പറയപ്പെടും ഹാദിഹി ജഹന്നം, ഇതാണ് നരകം. അല്ലത്തി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ, കുറ്റവാളികൾ കളവാക്കിക്കൊണ്ടിരുന്ന നരകമാണിത്. കദ്ദബ യുകദ്ദിബു തക്ദീബ, നിങ്ങളിങ്ങനെ ഒരു നരകമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിഷേധിച്ചില്ലേ, അതാണ് ഇത് എന്ന് അവരോട് പറയും. അപ്പോൾ അത് സങ്കടത്തിൻ്റെ മേൽ സങ്കടമായി തീരും. യതൂഫൂന ബൈനഹ വബൈന ഹമീമിൻ ആൻ, കത്തിയാളുന്ന നരകത്തിനാണ് ജഹന്നം എന്ന് പറയുന്നത്. ആ ജഹന്നമിനിടയിലും അതേപോലെ തന്നെ ഹമീം, ഹമീം എന്ന് പറഞ്ഞാൽ ചുടുവെള്ളം, ഹമീം എന്ന് പറഞ്ഞാൽ ചൂടുള്ള വെള്ളത്തിനാണ് ഹമീം എന്ന് പറയുന്നത്. ആനിൻ എന്ന് പറഞ്ഞാൽ ആ ചൂടിൻ്റെ നിഹായക്കാണ്, അതിനപ്പുറത്തിന് വേറെ ചൂടില്ല, അതിനാണ് ഹമീമുൻ ആൻ എന്ന് പറയുന്നത്. ആൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പാകമായത്, ആന എന്ന് പറഞ്ഞാൽ പാകമായി തീരുക. വഅനാ തബ്ഹുഹു, അങ്ങേയറ്റം പാകമായി തീർന്നതിനാണ് ഹമീമുൻ ആൻ എന്ന് പറയുന്നത്. അതാകട്ടെ ചൂടിൻ്റെ അങ്ങേ അറ്റമാണ്. ഖദിൻതഹ ഹർറുഹു എന്നാണ്. ഖദിൻതഹ ഹർറുഹു, അതിൻ്റെ ചൂട് അതിൻ്റെ ഏറ്റവും അപ്പുറത്തെത്തിയിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് ഇനി ഒരു ചൂടില്ല, അത്രയും. മാത്രമല്ല ഒരു തീ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരുന്നാൽ അതിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും. ഈ കത്തിക്കൽ എന്ന് തുടങ്ങിയിട്ടുണ്ട്? നരകത്തെ അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച അതേ സമയത്ത് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അന്ന് മുതൽ കത്തിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇടക്ക് നരകം ചൂടിൻ്റെ ശക്തി കൊണ്ട് പൊട്ടിപ്പിളരാനാകുമ്പോൾ അള്ളാഹുവിനോട് പെർമിഷൻ ചോദിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, 2 ശ്വാസം പുറത്തേക്ക് വിടാൻ പറയും. കാരണം നരകത്തിന് 2 അവസ്ഥ ഉണ്ട്, ഒന്ന് പെരും ചൂട്, മറ്റൊന്ന് കൊടും തണുപ്പ്. അപ്പോൾ തണുപ്പ് സീസണിൽ തണുപ്പ് കൂടാനുള്ള കാരണങ്ങളിലൊന്ന് ആ സമയത്ത് നരകം അതിൻ്റെ തണുപ്പിനൊന്ന് പുറത്തേക്ക് വിടുന്നു. ചൂട് കാലത്ത് ചില പ്രത്യേക ദിവസങ്ങളിൽ ചൂട് കൂടാൻ കാരണം, ചൂടിന് മറ്റൊരുപാട് കാരണമുണ്ട്, അതിലൊരു കാരണം നരകം ചൂട് കാലത്തും ഒരു ശ്വാസം പുറത്തേക്ക് വിടുന്നു. അപ്പോൾ കത്തിയാളുന്ന തീ ജഹന്നമുണ്ട്, അതേപോലെ തന്നെ നല്ല ചുട്ട് തിളച്ച വെള്ളവുമുണ്ട്. യതൂഫൂന ത്വാഫ യതൂഫു തവാഫൻ, അവർ അതിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും. തീയിൻ്റെ ചൂട് കൊണ്ട് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പോകും. ആ വെള്ളത്തിൻ്റെ അവസ്ഥ ഇതാണ്. വെള്ളം കുടിക്കുമ്പോൾ വിചാരിക്കും ഈ വെള്ളം വേണ്ട, തീ എന്നെ മതിയെന്ന്, ഇങ്ങോട്ട് പോകും. യതൂഫൂന ബൈനഹ വബൈന ഹമീമിൻ ആൻ, ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു രക്ഷയുമില്ലാത്ത ലോകമാണ്. ഒരു സെക്കൻഡിൻ്റെ കോടിക്കണക്കിന് അംശത്തിൽ ഒരു നിമിഷം പോലും നരകത്തിൽ പ്രവേശിക്കുന്നൊരവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവരുത്. താങ്ങാൻ കഴിയുന്നതിനപ്പുറത്താണ്. അതുകൊണ്ട് ഒരു നിലക്കും നരകത്തിൽ പോവാതെ സ്വർഗത്ത് പോകുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. അസ്ഹാബുൽ യമീനിൻ്റെ ആളുകളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. അതിന് ഇസ്തിഗ്ഫാറും തൗബയും എല്ലാം ധാരാളമായി വേണം. ധാരാളം സൽക്കർമ്മങ്ങളിൽ മുന്നേറണം. ചെയ്തു കൂട്ടിയ പാപങ്ങൾ ധാരാളമായി അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യണം. തഹജ്ജുദ് നമസ്കാരവും തൗബയും മറ്റു സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് പോയാൽ ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തും. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്നിരിക്കെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ കളവാക്കുന്നത്? ഇൻഷാ അള്ളാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ദർസിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ
വിമലീകരിക്കുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉന്നതമായ സ്വർഗ്ഗലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും പ്രവേശിപ്പിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.